നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി CBSE ICSE എക്സാം ഗൈഡിൻ്റെ നോട്ടാണെന്ന് വായിക്കുന്നത്. അപ്പോൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. അപ്പോൾ ക്ലാസ് 3 ആണ് വായിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആദ്യത്തെ 2 പേജ്, അതായത് രണ്ടാമത്തെ പേജും മൂന്നാമത്തെ പേജിൻ്റെ വീഡിയോസാണ് ഇട്ടിരുന്നത്. ഇതെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മക്കളും ഇതൊക്കെ പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ പിക്ചർ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ ഹിന്ദി വാക്ക് തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ്, അതാണ് ഈ 2 പേജിലും വരുന്നത്, ഈ ഒറ്റ പേജിൽ വരുന്നത്. പിന്നെ വരുന്നത് ബഹുവചനം, ശുദ്ധ കീജിയാണ് ശരിയായ പദം നോക്കി എഴുതേണ്ടത്. അടുത്ത് 4ാമത് വരുന്നത് വാക്കുകൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു, ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് വായിക്കുന്നത് 4ാമത്തെ പേജാണ്. രേഖാങ്കിത शब्द के बहुवचन शब्द का प्रयोग करके लिखिए. രേഖാങ്കിത शब्द के बहुवचन का प्रयोग करके खाली स्थान भरिए. കോട ദൗഡ് രഹാ ഹെ. അപ്പോൾ ആ കോട എന്ന വാക്കിൻ്റെ ബഹുവചനം അപ്പോൾ എന്ത് പറയും? കോടെ. കോടയുടെ ബഹുവചനമാണ് കോടെ. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് നോക്കി വായിക്കുക, ടീച്ചർ പറയുന്ന വോയിസ് കേട്ട് പഠിക്കുക കേട്ടോ. കോട, കോടി. അപ്പോൾ കോട ദൗഡ് രഹാഹേ, കുതിര ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ പ്രവൃത്തി എന്നാണ് രഹാഹേ, ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയും കോടി ദൗഡ് രഹേഹെ. അല്ല, കോടിയല്ല, കോടെ ദൗഡ് രഹേഹെ. കോടയുടെ ബഹുവചനമാണ് കോടെ. കന്യ പഠി രഹിഹേ, കന്യ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബഹുവചനം കന്യ കന്യായേം. പഠ് രഹിഹൈ. നദി ബഹു രഹിഹേ, നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം നദിയുടെ ബഹുവചനമാണ് നദിയ. നദിയ ബഹു രഹിഹൈ, നദിയ ബഹു രഹിഹൈ. യഹ് മാലാഹെ, മാലയുടെ ബഹുവചനമാണ് മാലായേ. ഖിടിക്കിയുടെ ബഹുവചനമാണ് ഖിടിക്കിയ. പത്തയുടെ ബഹുവചനം പത്തേ. കുത്ത കുത്തേ. ഖിലൗന ഖിലൗനെ. ബച്ച ബച്ചേ. ഗായ് ഗായേ. അപ്പോൾ ആൻസർ നമ്മൾ വായിക്കാം. കോട ദൗഡ് രഹാഹേ, കോടെ ദൗഡ് രഹേ ഹൈ. കന്യ പഠി രഹി ഹേ, കന്യായെ പഠി രഹി ഹൈ. നദി ബഹു രഹി ഹേ, നദിയ ബഹു രഹി ഹൈ. യഹ് മാലാ ഹേ, ഏ മാലായേ ഹൈ. കിടിക്കി കുലി ഹേ, കിടിക്കിയ കുലി ഹൈ. പത്ത ഗിർ രഹാ ഹേ, പത്തേ ഗിർ രഹേ ഹൈ. കുത്ത ഫൗങ്ക് രഹാ ഹേ, എന്നാൽ കുത്ത പട്ടി, പട്ടി കുരച്ചുകൊണ്ടിരിക്കുന്നു. കുത്തേ ഫൗങ്ക് രഹേ ഹേ. പത്ത ഗിർ രഹാ ഹേ. പത്ത എന്താ? ലീഫ്, ഇല വീണുകൊണ്ടിരിക്കുന്നു. പത്തേ ഗിർ രഹേ ഹൈ. കിടിക്കി, കിടിക്കി എന്താണ്? ജനാല. കിടിക്കി കുലി ഹേ, ജനാല തുറന്നു കിടക്കുന്നു. യഹ് മാലാഹേ, ഇത് മാലയാണ്. അടുത്ത് ഏ മാലാഹേ. യഹ് കിലൗനാഹേ, 8ാമതാണ്. യഹ് കിലൗനാഹേ, ഇത് കളിപ്പാട്ടമാകുന്നു. ഏ കിലൗനേ ഹൈ. 9. ബച്ച സോത്താഹേ, കുട്ടി ഉറങ്ങുന്നു. ബച്ചയുടെ ബഹുവചനമാണ് ബച്ചേ. ഗായ് ഘാസ് ഖാ രഹി ഹേ. അപ്പോൾ ഗായുടെ ബഹുവചനമാണ് ഗായേ. അപ്പോൾ ഇതിൽ നിന്ന് 4 ചോദിക്കും, നല്ല രീതിയിൽ എഴുതാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഇത് ബുക്കിലോട്ട് എഴുതി തന്നെ പഠിക്കുക, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ ബഹുവചനമൊക്കെ എഴുതുമ്പോൾ എ ചിഹ്നവും ഐ ചിഹ്നം ഈ ചിഹ്നമൊക്കെ തെറ്റാതെ തന്നെ എഴുതുക. ദീർഘങ്ങളൊക്കെ തെറ്റുകയാണെങ്കിൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഏതൊക്കെ ചിഹ്നം എങ്ങനെയൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഇവിടെ കോട എന്ന് കൊടുത്തിട്ട് ഇവിടെ കോടെ കണ്ട, എ ചിഹ്നം മുകളിൽ വന്നു. അടുത്ത് കന്യ കന്യായേയും ഉണ്ട്, സ്വരാക്ഷരയെയും ചന്ദ്രബിന്ദു. അടുത്ത് നദിയ, നദിയുടെ വള്ളി ഇടത് തന്നെ എഴുതുക. അടുത്ത് മാലായേം. ഖിടിക്കിയ, 2 ഈ ചിഹ്നവും ഇടതാണ്. പത്തേ, എ ചിഹ്നം മുകളിൽ. നിങ്ങൾ താഴെ ആ ചിഹ്നിട്ട് ആൻസർ പോവും. ഇപ്പോൾ പത്തേ കുത്തേ ബച്ചേ ഗായേം ഉണ്ട്, ഇവിടെ ചിഹ്നം ഇടണം. ചിഹ്നം ഇട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെഴുതുക. അടുത്ത 6ാമത്തത് അനേക ശബ്ദോങ്കിലേ ഏക് ശബ്ദ ലിഖിയേ. ജോ പഠാ നാ ഹോ അൺപഡ്, പഠിക്കാത്തവരെ പറയുന്നത് അൺപഡ്. ജിസ്മേ ദയാ ഹോ ദയാലു, ദയ ഉള്ളവരെ പറയുന്നത് ദയാലു. ജോ ഡർത്താ നഹി ഹോ, ഭയമില്ലാത്തത് നിഡർ. ലേഖ് ലിഖ്നെ വാല, ലേഖനങ്ങൾ എഴുതുന്ന ആളെ പറയുന്നതാണ് ലേഖക്, അതായത് എഴുതുന്ന ആളിനെ പറയുന്നതാണ് ലേഖക്. ജോ കഫീന മരെ അമർ, ഒരിക്കലും മരിക്കാത്തതാണ് അമർ. അടുത്തത് കപ്പടെ ധോനെ വാല ധോബി, തുണി നനയ്ക്കുന്ന ആളിനെ പറയുന്നതാണ് ധോബി, അലക്കുകാരൻ. തബ് കർണേ വാല തപസ്സി, തപസ് ചെയ്യുന്ന ആള് തപസ്സി. ജൽമേ രഹ്നെ വാല ജലചർ, ജലത്തിൽ താമസിക്കുന്നത് ജൽച്ചർ.
അധിക ബോൾനെ വാല വാചാൽ, അധികം സംസാരിക്കുന്നത് വാചാൽ. ജോ ദാൻ ദേത്താ ഹോ, ദാനം ചെയ്യുന്നവൻ ദാനി. ഇതൊക്കെ ഒറ്റ പദമാണ്. അപ്പോൾ അൻപഡ്, ദയാലു, നിഡർ, ലേഖക്, അമർ, ധോബി, തപസ്വി, ജൽച്ചർ, വാചാൽ, ദാനി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 4 വീതമായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2024-ൻ്റെയാണ്. 25-ൻ്റെ നിങ്ങൾക്ക് ഗൈഡ് സ്കൂളിൽ നിന്ന് തരും. അത് കിട്ടിയതിന് ശേഷം അതിൻ്റെ വീഡിയോസ് കൊണ്ട് ഇടാം കേട്ടോ. ഓക്കെ, അടുത്ത് ഏഴാമത് വരുന്നത് ഏകാന്ത് ശബ്ദക്ക് ലിംഗ് ബദൽക്കർ ഖാലി സ്ഥാൻ ഫരിയെ. അതിൻ്റെ ലിംഗ് എഴുതാനാണ്. ഗായക് ഗായിക, ഛാത്ര ഛാത്ര, പുത്ര പുത്രി, നൗക്കർ നൗക്കരാനി, ദാദാ ദാദി, മാലി മാലിൻ, ബാലക് ബാലിക, പതി പത്നി, ഊണ്ട് ഊണ്ടിനി, ചിട ചിടിയ. അപ്പോൾ ഗായക് ഗീത് ഗാതാ ഹെ, ഗായകൻ എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. അപ്പോൾ അവിടെ സ്ത്രീലിംഗം വരുമ്പോൾ എന്ത് വരും? ഗായിക ഗീത് ഗാതി ഹെ. അപ്പോൾ ഗായിക എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. ഛാത്ര കിതാബ് പഠിത്താ ഹെ, കുട്ടി എന്ത് ചെയ്യുന്നു? പുസ്തകം വായിക്കുന്നു. ഛാത്ര ബോയ് ആണ്, ഛാത്ര ഗേൾ. അപ്പോൾ ഛാത്ര കിതാബ് പഠിത്തി ഹെ, അവിടെ ബോയ് വന്നുകൊണ്ടാണ് പഠിത്താ ഹെ വന്നത്. അവിടെ അത് ഗേൾ വന്നപ്പോൾ പഠിത്തി ഹെ. പുത്ര ഖേൽ രഹാ ഹെ, കുട്ടി എന്ത് ചെയ്യുന്നു? കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുത്രിൻ്റെ സ്ത്രീലിംഗമാണ് പുത്രി. പുത്രി ഖേൽ രഹി ഹെ. നൗക്കർ കാം കർത്താ ഹെ, ജോലിക്കാരൻ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു. നൗക്കരാനി കാം കർത്തി ഹെ, വേലക്കാരി ജോലി ചെയ്യുന്നു. ദാദാ ഗാവ് ജാ രഹാ ഹെ, ദാദ എന്ത് ചെയ്യുന്നു? ഗ്രാമത്തിൽ പോകും. ദാദാ രാപ്പൂപ്പൻ. ദാദി ഗാവ് ജാ രഹി ഹെ, ദാദി അമ്മമ്മ ഗ്രാമത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മാലി പൗതി സീഞ്ച് രഹാ ഹെ, തോട്ടക്കാരൻ എന്ത് ചെയ്യുന്നു? ചെടികൾ നനയ്ക്കുന്നു. പൗത എന്ന് വെച്ചാൽ ചെടി. സീഞ്ച് രഹാ ഹെ, നനച്ചുകൊണ്ടിരിക്കുന്നു. മാലിൻ പൗതേ സീഞ്ച് രഹി ഹെ. ബാലക് ഹസ്താ ഹെ, കുട്ടി ചിരിക്കുന്നു. ബാലിക ഹസ്തി ഹെ. ഇത് ബാലക ആൺകുട്ടിയും ബാലിക പെൺകുട്ടി. പതി സോ രഹാ ഹെ, ഭർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പത്നി സോ രഹി ഹെ, ഭാര്യ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഊണ്ട് മരുസ്ഥൽമേ രഹത്താ ഹെ, ഒട്ടകം മരുഭൂമിയിൽ താമസിക്കുന്നു. ഊണ്ടിനി മരുസ്ഥൽമേ രഹത്തി ഹെ, പെണ്ണൊട്ടകവും എവിടെ താമസിക്കുന്നു? മരുഭൂമിയിൽ താമസിക്കുന്നു. ചിട പേട് പർ ബൈഠാ ഹെ, പക്ഷി മരത്തിലിരിക്കുന്നു. ചിടിയ പേട് പർ ബൈഠത്തി ഹെ. അപ്പോൾ നമ്മുടെ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ലിംഗാണ്. ലിംഗം വെച്ചാൽ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? പുല്ലിംഗം എന്നുള്ളത് പുരുഷനെയും, സ്ത്രീലിംഗം എന്നുള്ളത് സ്ത്രീയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഗായക ഗായിക, ഛാത്ര ഛാത്ര, പുത്ര പുത്രി, നൗക്കർ നൗക്കരാനി, ദാദാ ദാദി, മാലി മാലിൻ, ബാലക് ബാലിക, പതി പത്നി, ഊണ്ട് ഊണ്ടിനി, ചിട ചിടിയ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചല്ലോ. അടുത്ത് വരുന്നു. അപ്പോൾ ഓരോ സെക്ഷൻ വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ 10 ദിവസം നിങ്ങൾക്ക് ഇത്രയും പഠിച്ചെടുക്കാം. നല്ല രീതിയിൽ പഠിച്ച് തെറ്റൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കഴിഞ്ഞ 2 വർഷവും 2 റാങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3-നും 5-നൊക്കെ ഇവിടെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത് 8-മത്തതാണ്. ഏകേക്ക് വാക്യമേ ഉത്തർ ലിഖിയ, ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. ഭാരതത്തെ പ്രഥമ പ്രധാനമന്ത്രി കോൺത്തെ. അപ്പോൾ കുഞ്ഞു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഭാരതത്തിലെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? അപ്പോൾ ഭാരതത്തെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുത്തെ. അപ്പോൾ നമുക്കവിടെ പഠിക്കാനുള്ളത് ജവഹർലാൽ നെഹ്റു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ നോക്കി തന്നെ എഴുതിയെടുക്കാം. അപ്പോൾ ഭാരതത്തെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുത്തെ. ഭാരതമേ കിത്തനെ രാജ്യ ഹെ, ഭാരതത്തിൽ എത്ര രാജ്യമാണ് ഉള്ളത്? ഭാരതമേ 28 രാജ്യ ഹെ, 28 രാജ്യ. 28. ഭാരത് കി രാജധാനി കോൺസി ഹെ, ഭാരതത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഭാരത് കി രാജധാനി ദില്ലി ഹെ. കേരള മേ കിത്തനെ ജില്ലേ ഹെ, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? കേരള മേ 14 ജില്ലേ ഹെ, കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. താജ്മഹൽ കഹാ സ്ഥിതി ഹെ, താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ ആഗ്രാമേ സ്ഥിതി ഹെ, താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരത് കാ രാഷ്ട്രീയ ഖേൽ കോൺസാ ഹെ, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കളി ഏതാണ്? ഭാരത് കാ രാഷ്ട്രീയ ഖേൽ ഹോക്കി ഹെ, ഹോക്കി. അടുത്ത 7-മത്തെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 6 കേരള കാ പ്രമുഖ ത്യോഹാർ കോൺസാ ഹെ, കേരളത്തിൻ്റെ പ്രധാന ഉത്സവം ഏതാണ്? ഓണം കേരള കാ പ്രമുഖ ത്യോഹാർ ഹെ, ഓണമാണ് കേരളത്തിലെ പ്രധാന ഉത്സവം. ഭാരത് കാ രാഷ്ട്രീയ ഫൽ കോൺസാ ഹെ, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പഴം ഏതാണ്? ഭാരത് കാ രാഷ്ട്രീയ ഫൽ ആം ഹെ, മാങ്ങയാണ് രാഷ്ട്രീയ ഫലം.
हमारे सौरमंडल में कितने ग्रह है? നമ്മുടെ സൗരമണ്ഡലത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? हमारे സൗരമണ്ഡൽ में 8 ग्रह है. എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങൾ. ഭാരത് കാ രാഷ്ട്രീയ പേട് കോൺസാ ഹെ? ഭാരതത്തിലെ രാഷ്ട്രീയ മരം ഏതാണ്? ഭാരത് കാ രാഷ്ട്രീയ പേട് ബർഗദ് കാ പേട് ഹെ. ബർഗദ് എന്താണ്? അരയാൽ വൃക്ഷം. ഓക്കെ, അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും ഈ ഇതുവരെയുള്ള പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും നന്നായിട്ട് ബുക്കിലോട്ട് എഴുതി പിന്നെയും എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ഈ പഠിച്ച ഓരോന്നും ആദ്യം എഴുതി പഠിക്കുക. അതിനുശേഷം ഓരോ 10 വീതം എന്ത് ചെയ്യുക, കാണാതെ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചത് 6 പേജാണ്. ഇനി ബാക്കി അടുത്ത പേജ് അടുത്ത വീഡിയോയിൽ തരാം. അപ്പോൾ എല്ലാ മക്കളും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും 2 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിലും ടീച്ചർ നൽകുന്നതാണ്. അതല്ല, ഇത് വീഡിയോ കേട്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.